നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20. അങ്ങനെ സ്പെയിനിന്റെ വിജയത്തോടുകൂടി ഒരു മാസത്തിലേറെ കാലമായി ചൂടുപിടിച്ചിരുന്ന ഫിഫ വേൾഡ് കപ്പിന് ഇന്ന് വെളുപ്പിനോടുകൂടി ഒരു അവസാനമാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ അയവും വന്നിട്ടില്ല. ഇന്നലെ രാത്രിയിലും തുടർച്ചയായി ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇരു കൂട്ടരുടെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 9ാം ദിവസത്തിലും വീണ്ടും ആക്രമണം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്നും ഇറാഖിലേക്ക് നടത്തിയ ആക്രമണത്തെ തുടർന്ന് യുഎസിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരു സൈനികന് പരിക്കേറ്റിട്ടുമുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് ആണ് ഇന്ന് രാവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും. ആയതിനാൽ തന്നെ ഒരുപക്ഷെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും വർദ്ധിച്ചു വരുമോ എന്നുള്ള ഭീഷണിയിലാണ് ലോകം മൊത്തം ഉറ്റുനോക്കുന്നതും. വിജയ സാധ്യത 10% പോലും യുഎസുമായിട്ടുള്ള ചർച്ചകൾ തുടരണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചെ പറഞ്ഞു. അടുത്ത അവിശ്വാസം നിലനിൽക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ശ്രമങ്ങൾ പ്രയോജനകരമാണെന്നുള്ള ചൂണ്ടിക്കാട്ടലുകളും അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ടും ഇതുവരെയും പീസ് ടോക്കുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെയും വന്നിട്ടുമില്ല. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കലണ്ടർ മാസത്തിലെ 3ാമത്തെ ആഴ്ചയിലേക്കാണ് ഇന്നു മുതൽ ഇന്ത്യൻ മാർക്കറ്റ് എൻ്റർ ആവുന്നതും. അൾട്രാടെക് സിമെന്റ്, 197 കമ്മ്യൂണിക്കേഷൻ അഥവാ പേടിഎം, ബജാജ് ഹെൽത്ത് കെയർ, ബ്ലൂസ്റ്റോൺ ജുവല്ലറി ആൻഡ് ലൈഫ് സ്റ്റൈൽ, കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, റാലീസ് ഇന്ത്യ, ഷ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി, ശോഭ, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ, ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, വീനസ് റെമഡീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. കൂടാതെ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ കണ്ട പോലെ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങി വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെ റിലീസ് ചെയ്യപ്പെട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q1 ഏർണിംഗ്സിന് ശേഷം ഇന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് റീഓപ്പൺ ആവുകയാണ്. അവയുടെയൊക്കെ ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ ഇമ്പാക്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുകയും ചെയ്യും. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റില് വോൾട്ടാലിറ്റിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം കഴിഞ്ഞ തുടർച്ചയായ 6 ട്രേഡിംഗ് സെഷനുകൾ പോലെ തന്നെ ഇന്നും ഒരു പക്ഷേ 24,300 എന്ന ലെവലിന് മുകളിലായിട്ട് അപ്പർ സൈഡിലേക്കും 23,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്കും നിഫ്റ്റി ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കൺസോളിഡേഷനുള്ള സാധ്യതകളാണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നതും. എന്നാൽ അപ്പർ സൈഡിലേക്ക് 24,300 എന്ന ലെവലിന് മുകളിൽ നിഫ്റ്റിക്ക് ഇന്ന് അതിശക്തമായി നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,500, 24,600 എന്നീ ലെവലുകളിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. 24,600 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതേസമയം 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 5 മണിയോടുകൂടി ജൂൺ മാസത്തിലെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ ഇന്ന് നിലനിൽക്കുന്നതുമില്ല. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ വീക്കെൻഡിൽ വരുന്ന Q1 ഏർണിംഗ്സിലുണ്ടായ പ്രതീക്ഷയെ തുടർന്നും നിഫ്റ്റി ITക്ക് കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ടും വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും തുടർച്ചയായി 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് തുടർന്നെങ്കിലും വ്യാഴാഴ്ച 4,200 കോടി രൂപയ്ക്ക് മുകളിൽ നടത്തിയ ശക്തമായ സെല്ലിംഗിന് ശേഷം വെള്ളിയാഴ്ച അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ആകെ 376.41 കോടി രൂപയുടെ സെല്ലിംഗ് മാത്രമേ നടത്തുകയും ചെയ്തുള്ളൂ. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,018.89 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ആദിത്യ ഇൻഫോടെക്, ആക്സലറേറ്റ് BS ഇന്ത്യ, പേർച്ചം ഓർഗാനിക്സ്, ഗ്രാഫൈറ്റ് ഇന്ത്യ, ഹാപ്പി ഫോർജിങ്സ്, KPR മിൽ, NDR ഓട്ടോ കോമ്പോണൻസ്, നെൽകാസ്റ്റ്, നെൽകോ തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡന്റ് ഡേറ്റ് ആണ് ഇന്ന്. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 0.25%, ഡോക്ടർ റെഡ്ഡീസിന് 0.25%, ഇൻഫോസിസിന് 0.25% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ADRന് 0.5%, ICICI ബാങ്ക്, വിപ്രോ ADRകൾക്ക് 0.5% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ
AI ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ പ്രഷറിനെ തുടർന്നും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ മൂലം എണ്ണയുടെ വിലയിൽ ഉണ്ടായ ഗണ്യമായ ഉയർച്ചയുടെ ഫലമായിട്ടും വെള്ളിയാഴ്ച US മാർക്കറ്റുകൾക്ക് ശക്തമായ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. തൽഫലമായി S&P 500-ന് 1%, നാസ്ഡാക്കിന് 1.5%-അടുത്തും ഇടിവ് നേരിട്ടു. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 5:45 വ്യാപാരം പുനരാരംഭിച്ച യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ടാണ് റീഓപ്പൺ ആയിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 0.34%-യും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. കമോഡിറ്റിയിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ട പോലെ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4.5%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് വീണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 2.25%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.25%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 7%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 6.5%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില 90.60 എന്ന ലെവലിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില 84.45 US$ പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. അതേസമയം ഗോൾഡിന്റെ വില 0.5%-ന്റെ അടുത്ത ഇടിവോടുകൂടി 4000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ടടുത്തായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 1.62 എന്ന നിലയിലേക്ക് അൾട്രാ ബുള്ളിഷ് ആയിട്ട് മാറിയപ്പോൾ മാക്സ് പെയിൻ 24,250 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. 6 ട്രേഡിംഗ് സെഷനുകളിൽ തുടർച്ചയായി കൺസോളിഡേഷൻ നടന്നതുമൂലം തന്നെ നിഫ്റ്റിക്ക് അതിന്റെ 20-50-ഡേ EM-കളുടെ മുകളിൽ 5 ട്രേഡിംഗ് സെഷനുകളിലും നിലനിൽക്കുവാനായെങ്കിലും തുടർച്ചയായ അവസാനം 3 ട്രേഡിംഗ് സെഷനായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-ഡേ EM-ക്ക് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വെള്ളിയാഴ്ച നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും എങ്കിലും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും RSI 52.15 എന്ന നിലയിലും നിലകൊള്ളുവാനുമായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 24,150 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. എന്നാൽ അതേസമയം 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,050 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഒരുപക്ഷെ ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾക്ക് മാറി മറിയാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നുവാമ വെൽത്ത് മാനേജ്മെന്റ് ഒരു മർച്ചന്റ് ബാങ്കർ എന്ന നിലയിൽ കമ്പനി കൈകാര്യം ചെയ്ത പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സെബിയുടെ ഭാഗത്തു നിന്നും ഭരണപരമായ മുന്നറിയിപ്പ് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. സമവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ യുദ്ധക ഗീഗെയിന്റെ 81% ഓഹരികളും ഷിനിച്ചി ഗോഗെ കമ്പനിയുടെ 11% ഓഹരികളും ഏറ്റെടുക്കുന്നതിന് ജപ്പാൻ കോടതിയിൽ നിന്ന് കമ്പനിക്ക് അനുമതി ലഭിച്ചു. ഗെയിൽ ഇന്ത്യ നിർണായകവും തന്ത്രപ്രധാനവുമായ ധാതുക്കളുടെ മേഖലയിൽ സഹകരിക്കുന്നതിനായി ഗെയിൽ ഇന്ത്യ ഖനീജ് വിദേശ് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ആദിത്യ ബിർള ക്യാപിറ്റൽ ആദിത്യ ബിർള സൺ ലൈഫ് ഇൻഷുറൻസിലെ ഇക്വിറ്റി ഓഹരികളിൽ 484.5 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ നിക്ഷേപം കമ്പനി നടത്തി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫത്തേഗഡ് ഫേസ് 2 ട്രാൻസ്മിഷൻ പദ്ധതിയുടെ വിജയിച്ച ലേലക്കാരനായിട്ട് കമ്പനിയെ പ്രഖ്യാപിച്ചു. ഫോഴ്സ് മോട്ടേഴ്സ് ജൂലൈ 17-ന് അതായത് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ അമിത് പ്രമോദ് ജോഷി കമ്പനിയുടെ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. സ്പൈസ് ജെറ്റ് തങ്ങളുടെ ഫ്ലൈറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ഡാർക്ക് പാറ്റേണുകൾ എന്നറിയപ്പെടുന്ന ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഡിസൈൻ രീതികൾ ഉപയോഗിച്ചതിന് സ്പൈസ് ജെറ്റിന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ പിഴ ചുമത്തി. ലാൻഡ്മാർക്ക് കാർസ് ബൾക്ക് ഡീൽ വഴി ആഡംബര കാർ വിൽപ്പനക്കാരായ
ലാൻഡ്മാർക്ക് കാർസിലെ 0.59% ഓഹരികൾ അഥവാ 2.45 ലക്ഷം ഷെയർസ് 520.28 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഹീലിയോസ് മ്യൂച്വൽ ഫണ്ട് വാങ്ങി. പഞ്ചാബ് നാഷണൽ ബാങ്ക് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 213.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 2.1% വർധനവും രേഖപ്പെടുത്തി. ടേർട്ടിൽ മിന്റ് ഫിൻടെക് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 39.4 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 3.1 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂവില് 42% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.